പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് മുല്ല നസ്രുദ്ദീന്റെ ഒരു സ്റ്റോറിയാണ് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ദിസ് ഈസ് എ വണ്ടർഫുൾ സ്റ്റോറി. നമുക്ക് കേൾക്കാൻ വളരെ കൗതുകമുള്ള രസകരമായ ഒരു സ്റ്റോറിയാണ് മുല്ല നസ്രുദ്ദീൻ സ്റ്റോറി. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ സ്റ്റോറി വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, മുല്ല നസ്രുദ്ദീൻ വാസ് മാരീഡ് ജസ്റ്റ് ദാറ്റ് മോർണിംഗ്. മുല്ല നസ്രുദ്ദീൻ കല്യാണം കഴിച്ച അതേ നെക്സ്റ്റ് മോർണിംഗില് they had a practice of traveling together with family and relatives the next day. കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് ഇങ്ങനെ ഫാമിലിയും റിലേറ്റീവ്സും കൂടെ ചേർന്നിട്ട് ഒരു യാത്ര പോവുക എന്നുള്ളത് അവരുടെ ഒരു പ്രാക്ടീസാണ്, ഒരു പതിവാണ്. they had a practice. so they were traveling across a river. അങ്ങനെ അവരുടെ യാത്ര എന്ന് പറയുന്നത് across a river. it was a sudden storm broke out and the river was turbulent. The boat rocked wildly. Everyone in the boat, including the bride, was in the mortal fear. എല്ലാവരും അങ്ങനെ കൊടുങ്കാറ്റടിച്ചു നദിയില്. അങ്ങനെ ബോട്ട് വളരെ ടർബുലന്റ് ആയിരിക്കുന്ന ഈ സിറ്റുവേഷനില് ബോട്ടെല്ലാം ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിൽക്കുന്ന ഒരു സന്ദർഭത്തില് ബട്ട് മുല്ല നസ്രുദ്ദീൻ റിമെയിൻഡ് കാം. മുല്ല നസ്രുദ്ദീൻ യാതൊരു കുലുക്കവും ഇല്ല. ദ ബ്രൈഡ് നോട്ടീസ്ഡ് ദിസ് ആൻഡ് ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അങ്ങനെ വധു ചോദിക്കാണ്, അത്ഭുതത്തോടു കൂടി ചോദിക്കാണ്, മുല്ല നസ്രുദ്ദീന് ഇത്രയും വലിയ കൊടുങ്കാറ്റും ഈ ബോട്ടും മുങ്ങാൻ പോവാണെന്ന് വിചാരിച്ചിട്ടും യാതൊരു ഭയവും ഇല്ല. ആർന്റ് യു അഫ്രൈഡ്? നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? മുല്ല നസ്രുദ്ദീൻ വിതൗട്ട് റിപ്ലൈങ് ടുക്ക് ഔട്ട് ഹിസ് ഡാഗർ ഫ്രം വേസ്റ്റ് ബാൻഡ്. മുല്ല നസ്രുദ്ദീൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും വാളെടുത്തു. ആൻഡ് റേസ്ഡ് as though he was going to slit her throat. ആ വധുവിന്റെ കഴുത്തെടുക്കാൻ പോകുമെന്ന ഭാവത്തില് ആ വാള് അങ്ങ് ഉയർത്തിപ്പിടിച്ചു. There was no reaction on her face. ഭാര്യയുടെ മുഖത്തും തന്നെ യാതൊരു റിയാക്ഷനും കണ്ടില്ല. He asked, are you not afraid of the dagger? വാളിന് നിനക്ക് പേടിയില്ലേ? She said, the dagger may be dangerous. ഡാഗർ ഡേഞ്ചറസ് ആയിരിക്കാം, ബട്ട് ദ പേഴ്സൺ ഹു ഈസ് ഹോൾഡിങ് ഇറ്റ് ഈസ് മൈ ലവിങ് ഹസ്ബൻഡ്. അത് കയ്യിൽ ഏന്തിയിരിക്കുന്ന ആൾ എൻ്റെ സ്നേഹമുള്ള എൻ്റെ ഭർത്താവാണെന്ന്. അതാണ്. സോ ഐ എം നോട്ട് അഫ്രൈഡ്. എനിക്ക് പേടിയൊന്നുമില്ല. എക്സാക്ട്ലി എക്സ്ക്ലെയിംഡ് മുല്ല, ദീസ് വേവ്സ് മേ ബി ഡേഞ്ചറസ് ബട്ട് Allah who is moving them is full of love. ഡെഫിനറ്റ്ലി ഈ കൊടുങ്കാറ്റ് അപകടകരമായിരിക്കാം, പക്ഷേ ഈ കൊടുങ്കാറ്റിനെ ചലിപ്പിക്കുന്ന എൻ്റെ ദൈവം സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് ഞാനും ഭയപ്പെടുന്നില്ല. ഇത് കേട്ടപ്പോൾ മുല്ല നസ്രുദ്ദീൻ ഹാഡ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തെ സ്നേഹിച്ച മുല്ല നസ്രുദ്ദീന്റെ വാക്കുകൾ എല്ലാവരിലും ഒരു വല്ലാത്ത മാറ്റം, ചിന്തയിൽ മാറ്റം സൃഷ്ടിച്ചു. ഇതാണ്, ദിസ് ഈസ് ദ സ്റ്റോറി. ഈ സ്റ്റോറി നിങ്ങൾ ഒന്നൊരു തവണയും കൂടെ അത് റിപ്പീറ്റ് ചെയ്തൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക. അതിനുശേഷം ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടെത്തുക. എവ്രി വൺ ഓൺ ബോർഡ് വാസ് അഫ്രൈഡ് ബിക്കോസ് അതിൽ 3 റീസൺസ് കണ്ടുപിടിക്കണം. എയും ബിയും സിയുടെയും ആൻസർ കണ്ടുപിടിക്കണം. 3 കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ബോട്ടിലുള്ള എല്ലാവരും ഭയപ്പെട്ടത് എന്നുള്ളതാണ്. Everyone on board was afraid. യാത്രയിൽ ആ ബോട്ടിലുള്ള എല്ലാ യാത്രികരും ഭയപ്പെട്ടു. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ 3 റീസൺസ്. അതൊന്ന് വായിച്ചിട്ട് കണ്ടെത്തുക. 1, 2, 3. Then മുല്ലാസ് പേഴ്സണൽ ക്വാളിറ്റീസ്. നിങ്ങൾ ആ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുല്ലയുടെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്. അതും കൂടെ നിങ്ങൾ 3
ക്വാളിറ്റീസ് എഴുതി വെക്കണം. ദെൻ മോറൽ ഓഫ് ദ സ്റ്റോറി, ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതിൽ നിന്ന്, ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ മോറൽ എന്താണെന്ന് കൂടെ പറയുക. ഈ സ്റ്റോറി വായിച്ച് ഇതിന്റെ ആൻസേഴ്സ് എഴുതി വെക്കുക. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് കെയർഫുള്ളി ആൻഡ് റെസ്പോണ്ട് ടു ദ സ്റ്റോറി. ആൻഡ് വിത്ത് ദിസ് today's session is came to an end, and let us meet with another topic in another video. Thank you for watching this, and keep sharing this, and just keep doing the practice for improving yourself day by day. All the best. Thank you.